പുതുക്കി പണിത മധുരംപുള്ളി നടപ്പാലം നാടിന് സമർപ്പിച്ചു. വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചന്ദ്രാപിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. കാട്ടൂർ എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മധുരംപുള്ളി പാലം. നേതൃത്വത്തിൽ അന്നത്തെ നാട്ടുകാർ നിർമ്മിച്ചിട്ടുള്ള പാലം സിദ്ദിഖ ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല. അവരുടെ കുടുംബക്കാർ എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കേരളത്തിലാകമാനം നടക്കുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നടന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചപ്പോൾ ഈ പ്രദേശവാസികളുടെ ആവശ്യവും ആഗ്രഹവുമായി അന്ന് ആ യോഗങ്ങളിൽ അവതരിപ്പിക്കും. നവകേരള സദസ്സിന്റെ ഭാഗമായി MLAയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് പാലം നവീകരിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. 30 വർഷം കഴിഞ്ഞെങ്കിലും അതിന്റെ അന്നത്തെ ഒരു സ്ഥിതിയൊക്കെ അറിയാം. അതൊരു കേവലം അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സഞ്ചാര മാർഗം എന്ന നിലയിലാണ് അത് കനോലിക്കാലിൽ കുറുകെ ഈ പാലം നിർമ്മിക്കപ്പെട്ടത്. പക്ഷെ അതിൻ്റെ ശോച്യാവസ്ഥ വന്നപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ജീവൻ വയ്ക്കുന്നത് നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നമ്മുടെ പഞ്ചായത്ത്, വാർഡ് മെമ്പർ, പുറത്തുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ ആളുകളും അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകൾ, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം ഇതിന് വേണ്ട ഇത് ചെയ്തു തരണം, അല്ലെങ്കിൽ പുതിയൊരു പാലം നിർമ്മിക്കണം എന്നുള്ള രീതിയിൽ ഉള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു. അതിൽ ഞങ്ങളിവിടെ പെട്ടെന്ന് അടിയന്തിരമായി എന്തെങ്കിലും ചെയ്യണമെന്നും ഞങ്ങളുടെ മനസ്സിലായത് ഇവിടെ വന്നു നോക്കിയപ്പോൾ കുട്ടികൾ ഇറങ്ങി വരികയാണ്. കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്റ്റെപ്പുകളും ഇല്ല, പിടിക്കാനുള്ളൊരു സാധനം, ഒരു കയറ് പോലും ഇല്ലാത്തൊരു സ്ഥിതി നിൽക്കുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും. കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സ് വല്ലാത്ത പ്രശ്നമായി. ഇത് കാണുന്നവരെ ഇവർ വരുന്ന ആളുകളൊക്കെ ഒക്കെ ഉറപ്പിച്ച് പറയുന്നത് ഇതൊന്ന് കണ്ടാൽ മാത്രം മതി എന്നാണ്. കണ്ടാൽ മാത്രം മതി ഇതിൻ്റെ സീരിയസ് അപ്പോഴാണ് മനസ്സിലായത്, കണ്ടു കഴിഞ്ഞപ്പോഴാണ്. പിന്നീട് ഞങ്ങൾ ആദ്യം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടെ ആരും പോകരുതെന്നുള്ള ബോർഡ് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പുറത്തും ബോർഡ് സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ പാല അപകടത്തിലാണ്, യാത്ര നിരോധിച്ചിരിക്കുന്നുള്ള ബോർഡ് വെച്ചാൽ അങ്ങനെയാണ്. പിന്നെ ആ ബോർഡ് നമ്മൾ പതുക്കെ മാറ്റി ഇപ്പം നമ്മളതിൽ ഈ പുനർനിർമ്മിച്ച പാലത്തിൻ്റെ അതായിട്ട് ബന്ധപ്പെട്ട ബോർഡാക്കി അത് മാറ്റി. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അധ്യക്ഷയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയഘോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, നൌമി പ്രസാദ്, VS ജിനേഷ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, വാർഡ് മെമ്പർമാരായ PA ഷമീർ, CC സന്ദീപ്, ധനലക്ഷ്മി ബാങ്ക് റീജിയണൽ മാനേജർ അനൂപ് നായർ, ബ്രാഞ്ച് മാനേജർ വിഭ വർമ്മ, ജില്ലാ ലേബർ ഓഫീസർ MM ജോവിൻ തുടങ്ങിയവർ സംസാരിച്ചു. It gives me immense pleasure to express my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും. അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇംപ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. And now I have been witnessing the developmental change in my son. Your teachers work collaboratively with kids to enhance their academic knowledge as well as their life skills. I really express my gratitude to Holy Grace family for providing a truly international curriculum to my son.